ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ വൈറ്റി. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ പുതിയ ഒരു കാർ വാങ്ങാൻ പോവാണ്. നമ്മളെ കയ്യിൽ ടോട്ടൽ ഇപ്പോൾ 23 ലക്ഷം, ഏകദേശം 24 ലക്ഷം രൂപ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കാറ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഔഡി ആണ് എടുക്കുന്നത്. ഔഡി ഇതെടുത്താലോ? അതെടുക്കണം, നമുക്ക് ഔഡിയാണ് എടുക്കണം. ഔഡി നല്ല കാറാണ്. 10F എന്ന നമ്മളെ കാറിൻ്റെ പേര് കേട്ടോ. ഒന്നെങ്കിൽ ഇതേ കാറ് നമുക്ക് എവിടെ വരുന്നുണ്ട് അറിയോ? നമ്മുടെ ബണ്ണീസിൽ വരുന്നുണ്ട്. ബണ്ണീസിലും ഇതേ സെയിം. നമുക്ക് സ്റ്റോക്ക് പോയി നോക്കിയാൽ കാണാതാ. ഒബേ 10F എന്നുള്ളൊരു കാറ് വരുന്നുണ്ട്. എന്നൊക്കെ നേരെ എന്താക്കാം, നമ്മുടെ കാർ പർച്ചേസ് ചെയ്യാം. കാറിൻ്റെ ലുക്ക് ഇത് 10F, ഐ മീൻ ഒബേ 10F കേട്ടോ. ഒബേ 10F അങ്ങനെയാണ്. ബണ്ണീസിലുള്ളത് ഏതാ നോക്കിയാൾട്ടെ, ഒരു മിനിറ്റ്. ബണ്ണീസിലുള്ളത് തന്നെയാണ്, സെയിം കാറാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പിന്നീട് നമുക്ക് എന്താക്കാം, അപ്ഗ്രേഡ് ചെയ്യാം കേട്ടോ. നമുക്ക് തൽക്കാലം നോർമലായിട്ട് നമുക്ക് കാറ് വാങ്ങാം. അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാറ് ഉടനെ ഡെലിവറി ആകുമെന്നാണ് പറഞ്ഞത്. നമുക്കതുവരെ നമുക്ക് ഏതെങ്കിലും കാർ എടുത്തിട്ട് 2 റൗണ്ട് അടിച്ച് വരാം. ഈ പ്രാവശ്യം ഏതെടുക്കുക? ബുഗാട്ടി എടുക്കണോ? രണ്ടാമതായിട്ട് പോയേക്കോട്ടോ. നമുക്ക് MK എടുക്കാം. സൗണ്ട് അടിപൊളിയാ, നല്ല അടിപൊളി സൗണ്ടാണ്. ഓ, ജസ്റ്റ് കാറെത്തി. ഇപ്പോൾ പെട്ടെന്ന് കാറെത്തുള്ളൂ കേട്ടോ. ഇത് എത്ര നട്ടില്? 2ാം നട്ടിലല്ലേ? ലെറ്റ്സ് ഗോ. നമ്മളധികം സമയം വേസ്റ്റ് ചെയ്യില്ല. കാറ് നേരെ എടുക്കുക, അപ്ഗ്രേഡ് ചെയ്യുക. അതിൽ ഒരു എക്സ്ട്രാ അപ്ഗ്രേഡും കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ ഒബേ 10Fൽ എക്സ്ട്രാ അപ്ഗ്രേഡ്, അതായത് ബണ്ണീസത്തെ കാറാണത്. അപ്പോൾ അതിന് ഏകദേശം എത്ര പൈസ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഇത് ഫുൾ അപ്ഗ്രേഡ് കഴിഞ്ഞിട്ട് ബണ്ണീസിൽ ഒന്ന് പോയി നോക്കാം. കാർ എടുത്തിട്ട് എന്താണ് അതിൻ്റെ അപ്ഗ്രേഡ് ഇത്ര കോസ്റ്റ്. നമ്മൾ അതിനുള്ള ശേഖരണം വെച്ചില്ല, നമ്മളത് കണ്ടില്ലായിരുന്നു. ഉഫ്, സൗണ്ട് നോക്കിയില്ല കേട്ടോ. കാറിൻ്റെ ബേക്കിങ് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലൈറ്റ് ഫ്രണ്ട് ഭാഗം നമ്മളെ ഒരു ഔഡിയാണ്. നമുക്കെന്ത് സൗണ്ട് ഓട്ടിയോ കേട്ടോ. ഇതിൻ്റെ ബേക്ക് ഭാഗം നല്ല രസമാണ്. ഇൻറ്റീരിയർ നോർമലാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഞാൻ നോക്കിയ സമയത്തൊക്കെ നല്ല വണ്ടിയായിട്ടാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല കൺട്രോൾ ഇട്ടുണ്ട് കേട്ടോ. നമുക്ക് തൽക്കാലം നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് നേരെ നമുക്ക് ആൾക്ക് നേരിട്ട് പോവാം.
ചെറിയ ലാഗൊക്കെ അടിക്കണ്ടല്ലോ. പ്രാവശ്യത്തെ കാറൊക്കെ എവിടെ എവിടെ കാർ എവിടെ? നമ്മുടെ കാർ ടോപ്പിലാണ്. അതാ ടോപ്പിലാണ്. ലെറ്റ്സ് ഗോ. ഒന്ന് റേസ് ചെയ്ത് നോക്കിയാലോ? ലെറ്റ്സ് ഗോ. മോഡിഫൈ ചെയ്യാം. ഒബൈ 10F സ്പോർട്സ് ആർമർ മാക്സിമം. ഓൾവേസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാം, സമയം വേസ്റ്റ് ചെയ്യണ്ട. ബമ്പർ ഇത് രസമല്ലേ? നമ്മൾ ഏറ്റവും പൈസേൻ്റെ സാധനമേ വെക്കുള്ളൂ. ക്യാഷ് അതൊരു പ്രശ്നമേ അല്ല. എന്തൊക്കെ തേങ്ങ ഉണ്ടോ തേങ്ങ ഫുൾ ഫിറ്റ് ചെയ്യണം. പിന്നെ ബ്ലാക്ക് ഉണ്ടോ? ഈ കളറിനെക്കാട്ടി നല്ല മെറ്റാണ് ഇതല്ലേ, കാർബൺ വരുന്നേ. അപ്പം അങ്ങനെയാണ് ഇതും. ഇതിൻ്റെ ബ്ലാക്ക് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് മതി. മറ്റേ എന്തോ ഒരു കളർ ലെവൽ 4 എക്സോസ്റ്റ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട്. വൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്തോന്ന് അയവ. നമുക്ക് ഏറ്റവും മാക്സിമം ഉള്ള എന്തോ നോക്കട്ടെ. ഇതാണ് മാക്സിമം ഉള്ള. ഇത് നോക്കാം നമുക്ക്. എനിക്ക് കളറല്ല ഇഷ്ടം. ഗ്രീറ്റ് മാക്സിമം ഡബിളുള്ള ഇത് വെക്കാം. മറ്റേ കളറും കൂടെ ഇഷ്ടപ്പെടുന്നില്ല. കാണിച്ചു പോയ കളറിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ട്. 20 ഉണ്ടല്ലോ. രാസത്തെ ഏതാ? ഇത് കൊടുക്കാം. ഇത് കൊടുക്കാം. ഹോണ് വേണ്ട. ലൈറ്റ് നിയോണി. നമുക്ക് ലിവറി നോക്കിയിട്ട് എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ലിവറി നോക്കിയിട്ട് നമുക്ക് മറ്റേ കളർ കൊടുക്കാം. മിറർ കാർബൺ വേണ്ട, സാധാ കളർ കൊടുക്കാം. പ്രൈമറി ഓൾവേസ് നെയിം. അവിടെ എന്താ ലാഗ് അടിക്കണേ? ഒരു ലാഗ്. ഷിറ്റ്. കളർ ലാസ്റ്റ് കൊടുക്കാം. റൂഫ് ബ്ലാക്ക്. കാർബൺ കിടക്കട്ടെ. കാർബൺ ആകുമ്പോൾ അവിടെ നിന്നോളൂ. റൂഫിൻ്റെ കളർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാർബൺ വേണ്ട. ഓക്കെ, കളറ് വേണം. സൈഡ് പാനൽ നോർമൽ. പ്രൈമറി സെക്കൻഡറി. പ്രൈമറി ഈസ് ഗുഡ്. കാരണം നമുക്ക് ലിവറിൻ്റെ കളർ കിട്ടൂലേ. ഇട്ടിട്ട് ലാസ്റ്റ് വെക്കാം കളറ്. ഇത് വെക്കാം. ഇതാണ് നമ്മളെ ഫ്രണ്ടിൽ വെച്ചിട്ടോ. സ്പോയിലർ 25. ഇതെന്തോന്ന് പറയാ, ചക്ക. ഇത് വെച്ചാൽ ബോറാവോ? അല്ലല്ലോ, കാർബൺ ആണല്ലോ ഇത്. കാർബൺ നിൽക്കട്ടെ. ഒരു ബോറ് പോലെ തോന്നുന്നുണ്ടല്ലേ. എന്ത് ബോറ്. സസ്പെൻഷൻ മാക്സിമം. ട്രാൻസ്മിഷൻ മാക്സിമം. റൈസ് ട്രാൻസ്മിഷൻ. ടർബോ. വീൽസ്. ഈ വീൽസ് എന്താ തമ്മിൽ വ്യത്യാസം?
ഈ സ്റ്റാൻഡേർഡ് ഉള്ള വീൽസ് കിട്ടില്ലല്ലോ. ഇതെന്തോന്നറിയാം, ഓഫ് റോഡ് വീൽസ്. ശേഷ് ഇത് കുഴപ്പമില്ല കേട്ടോ. ഒരു നല്ല വീല്, നല്ല വീല്. ആ അത് രസം. SUV കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കണേറ്റാ വേണമെങ്കിൽ. രസമില്ല. ഇത് കൊടുത്താലോ? ഓക്കെ, ആ ലുക്കായില്ലേ. കളർ കൊടുക്കാൻ പറ്റും. കളർ കൊടുക്കാൻ പറ്റുമോ? ആ കളർ കൊടുക്കാൻ പറ്റുമേ. ഓൾവേസ് റെഡ്. ടയറ് അയ്യോ ഡിസൈൻ കുറേ ഉണ്ടല്ലോ. ഫക്കറോ നമ്മളെപ്പോഴും കൊടുക്കരുത്. എൻഹാൻസ്ഡ് നമ്മൾ ഫുൾ. അവിടെ 2.5 ലക്ഷം ബാക്കിയുള്ളൂടാ. സ്മോക്ക് ലാസ്റ്റ് നോക്കാം. വിൻഡോ കഴിഞ്ഞിട്ടോ? ഓക്കെ സെറ്റ്. 2.5 ലക്ഷം ആക്കിയിട്ട് ഫസ്റ്റ് ലിവറി നോർമൽ ബ്ലാക്ക് ജർമ്മനി സൈഡ്, അതിൻ്റെ റെഡ്. ഇതെന്തോന്ന് കുറച്ച് ഈത്തൊക്കെ ഉണ്ട് കേട്ടോ. കളറിങ് ഇത് ലുക്കനായി, ഇതും ലുക്കാനായിട്ടുണ്ട്. പക്ഷെ ഇതൊരു ഗുമ്മ് കിട്ടത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഇതിൻ്റെ അകത്ത് പോയിട്ട് നൈറ്റിൽ നല്ലൊരു കളർ ചൂസ് ചെയ്യാം. ഇതെങ്ങോട്ട് കാണാൻ ക്രീം കളറാണ്. അതൊക്കെ ഫുൾ ബ്ലാക്ക്. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറാട്ടോ. ലുക്ക് ഉണ്ട് കാണാൻ. ഒരു നമുക്ക് ഫുൾ ബ്ലാക്ക് തന്നെ അല്ല, ഫുൾ വൈറ്റ്. ഫുൾ ബ്ലാക്ക് തന്നെ നമുക്ക് സെക്കൻഡറി ഫുൾ ബ്ലാക്ക് കൊടുക്കട്ടെ. വൈറ്റ് ബ്ലാക്ക് ആൻഡ് ക്രൂ. ഓക്കെ, ഈ കളർ ഉണ്ടല്ലേ. ഇത് നമ്മൾ റെഡ് കൊടുക്കുകയാണ്. എടുത്ത് കാണിക്കണം അങ്ങോട്ട്. എന്നിട്ട് നമുക്ക് ലിവറിയിൽ നല്ല ഏതാ നോക്കാം. ഇത് അത്യാവശ്യം കൊള്ളാവുന്നതാണ്. അതേപോലെ നമ്മൾ ജർമ്മനിയും അല്ലെങ്കിൽ ഈ കളറ് ഇത് കൊള്ളത്തില്ല. അതായത് നമുക്ക് ഈ ലുക്കിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഈ ലുക്കിൽ ഈ ഒരു റെഡ് വരണം. റെഡ് തൂക്കിയാൽ ഇതെങ്ങാണ്ട് ഇതിലൊന്നും കാണാനുണ്ടാവില്ല. അതാ പ്രശ്നം. ഇതുണ്ടോ? അതൊന്നും കാണാനില്ല ഒന്നും. ഇതാകുമ്പോൾ കുറച്ചുകൂടി കാണാനുണ്ടാവും. ഇത് തന്നെ വെക്കട്ടോ. എന്നിട്ട് നമുക്ക് ലിവറി റെസ്പോണ്ട് കളറൊക്കെ മാറ്റും. നിങ്ങളുടെ ലുക്കനായില്ലേ?
ഓക്കെ. ഫുൾ പച്ച, ഫുൾ പച്ച സീനാണ്. ഈ കളർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ലോക്കഡാടാ, ഗ്രീന് പറ്റും. കളറൊക്കെ ഇഷ്ടപ്പെട്ടു. വൈറ്റ് വേണ്ട, പക്ഷെ നമുക്കൊരു ലൈറ്റ് കളർ എടുക്കണം. നമ്മൾ ഫസ്റ്റ് കണ്ട കളറിനെ എടുക്കാം. കളർ ലൈറ്റ് ഗ്രേ മതി. ഇനി നമുക്ക് വേണ്ടത് മിറർ, ലിവർ, ലൈറ്റ്, നിയോണിലെ ഒക്കെ ഏതാണ് ഗമ്മ് കിട്ടുക? ഗ്രീന്, റെഡ് വേണ്ട, പിങ്ക് വേണ്ട, ഹോട്ട് പിങ്ക് വേണ്ട, ക്രോ കളർ വേണ്ട, മിൻറ്റ് ലൈം, ബ്ലൂ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ടയറിൽ സ്മോക്ക് ബ്ലാക്ക്, ടയറിൽ യെല്ലോ, പർപ്പിൾ, ഓറഞ്ച്, ഗ്രീന്, റെഡ്, പിങ്ക്, ബ്രൗൺ, പിങ്ക്, ക്രോ കളർ, ബ്രൗൺ ആയിക്കൂലേ? ബ്രൗണ്, പിങ്ക്, പർപ്പിള്, ബ്ലാക്ക്, ഓറഞ്ച്, ഗ്രീന്, പിങ്ക്, ബ്രൗണ്, പിങ്ക് ചന്തോ പോറയിപ്പോൾ. യെല്ലോ പറ്റൂല. ഓറഞ്ച്, ഗ്രീന്, റെഡ്, പിങ്ക്, ബ്രൗൺ വെക്കാം. ബാക്കിയൊക്കെ സെറ്റല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ബ്രേക്ക്, നമ്മൾ എൻജിന്. ഓക്കെ, വണ്ടി എടുക്കാം. 24 ലക്ഷം റുപ്യ ഉണ്ടായി. 24 ലക്ഷത്തിലിപ്പോൾ ബാക്കി 1,70,000. അപ്പോൾ എത്ര ചിലവായി? ഒരു 22 ലക്ഷം ചിലവായേ. അപ്പോൾ ഗൈസ്, നമ്മൾ ക്യാഷ് സെറ്റാക്കിയിട്ടുണ്ട്. ഏകദേശം 5,75,000 സംതിങ് ആണ് വരുന്നത്. നമ്മൾ 78,000 ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ അത് ചെയ്യാം. അപ്പോൾ മാറ്റം ആവും. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി കുറച്ചുകൂടി അധികം മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പൈസ ഇറക്കി ചെയ്തതാണ്, വീഡിയോ കാണിച്ചില്ല. അപ്പോൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. രാത്രി അതുകൊണ്ട് നന്നായി കാണുന്നില്ല. ഒന്ന് ഡ്രൈവ് ചെയ്തു. ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ നമ്മൾ സ്മോക്ക് വെച്ച് ബ്രൗൺ ആണ് കേട്ടോ. ഏകദേശം 27 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട് സാധനത്തിന്. ആദ്യം എടുത്ത് 24 റുപ്യ, ഇതിന് ശേഷം 29 ലക്ഷം അല്ലേ? ഏകദേശം 30 ലക്ഷം ചിലവായിട്ടുണ്ട്. മോഡിഫിക്കേഷൻ സ്മോക്ക് കളർ വരുന്നത് ബ്രൗൺ ആണ് ഉണ്ടാവും. നമുക്ക് ആ കളറിൻ്റെ തീംഡായിട്ട് തന്നെ എടുത്തതാണ്. റെഡ് എടുത്താൽ മതി. ഇവിടെ ടയർ പൈസ എത്ര ഉണ്ട്? 37,000 രൂപ ആക്കിയിട്ടുണ്ട്. നമുക്ക് പോയിട്ട് റെഡ് എടുക്കാം.
Looks better than a minute ago. അങ്ങനെ സ്മോക്ക് നമ്മൾ റെഡാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് തന്നെ പോട്ടോ, ഷോറൂമിലേക്ക് പോവാം. അവിടെ നിന്ന് ഓക്കെ, നമ്മൾ ഫൈനലി നമ്മളെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. പക്ഷെ ഇത് എവിടെ കയറിയ നാട്ടനാലേ. ഓക്കെ, ഇപ്പോൾ വണ്ടീൻ്റെ ലുക്ക് അങ്ങോട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇപ്പോൾ ബ്ലാക്ക് ടയർ എടുത്തിട്ടോ, ബ്ലാക്ക് വിത്ത് റെഡ് ലിമോ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടീൻ്റെ. കേട്ടോ, ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറവാണ്, അതായത് കൂടുതലായിട്ട് മോഡിഫിക്കേഷൻ ഒന്നും ഇല്ല, ഉള്ളത് നമ്മളൊക്കെ ഫുൾ മാക്സിമം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു കാറിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.